ജമ്മുകാശ്മീരിലെ ഭീകര ഗൂഢാലോചന കേസുകളുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വ്യാപക റെയ്ഡ്. ശ്രീനഗറിലെ ലാൽ ബസാർ, ഷോപ്പിയൻ ജില്ലയിലെ വിവിധ മേഖലകൾ ഉൾപ്പെടെ 3 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന. കശ്മീരിൽ നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും സജീവം എന്ന രഹസ്യ അന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ മാസം ഭീകരബന്ധം ആരോപിക്കപ്പെട്ട് ജമ്മുകാശ്മീർ ഭരണകൂടം പൂട്ടിയിട്ട തെക്കൻ കാശ്മീരിലെ ഏറ്റവും വലിയ മതപഠനശാലയായ ദാറുൽ ഉലൂം സിറാജുൽ ഉലൂം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന പരിശോധന. ഇതിനു പുറമെ ഷോപ്പിയാനിലെ ഇമാം സാഹിബ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിലും പുലർച്ചെ തന്നെ NIA സംഘം റെയ്ഡ് നടത്തി. കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ മേധാവി ഷഹസാദ ഔറംഗസീബിന്റെ മോലു ചിത്രാമിലുള്ള വസതിയിലും NIA ഉദ്യോഗസ്ഥർ വിശദ പരിശോധന നടത്തുകയാണ്. ജമ്മുകാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും സജീവമാക്കാനും ഫണ്ട് സമാഹരണത്തിലും ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കൽ, വിഭജനവാദം, ഇന്ത്യ വിരുദ്ധ പ്രചാരണം എന്നിവ കണ്ടെത്തിയതിനെ തുടർന്ന് 2019 ഫെബ്രുവരി 28-നാണ് ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്ര സർക്കാർ ആദ്യമായി നിരോധിക്കുന്നത്. നിരോധനത്തിന് ശേഷവും സംഘടനയുടെ ഭൂഗർഭ പ്രവർത്തനങ്ങളും സ്ലീപ്പർ സെല്ലുകളും സജീവമാണെന്ന് കണ്ടെത്തിയതോടെയാണ് വരും ദിവസങ്ങളിൽ കാശ്മീരിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാൻ NIA തീരുമാനിച്ചത്. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. 2019 ഫെബ്രുവരിയിലാണ് കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയെ 5 വർഷത്തേക്ക് നിയമവിരുദ്ധ സംഘടനയായ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. തുടർന്ന് 2024 ഫെബ്രുവരിയിൽ UAPA നിയമപ്രകാരം ഈ നിരോധനം വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുക, കാശ്മീരിൽ വിഘടനവാദം വളർത്തുക, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ-ഇ-തോയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ഫണ്ട് എത്തിക്കുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സംഘടനയ്ക്കെതിരെയുള്ളത്. സക്കാത്ത്, ബൈത്തുൽ മാൽ എന്നിവയുടെ പേരിൽ ആഭ്യന്തരമായും വിദേശത്തു നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ശേഖരിക്കുന്ന പണം കാശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കായി വകമാറ്റുന്നുവെന്നും NIA കണ്ടെത്തിയിരുന്നു. നിരോധനത്തിന് ശേഷവും സംഘടന രഹസ്യ യോഗങ്ങൾ ചേരുന്നതായും യുവാക്കളെ വിഘടനവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ വ്യാപക റെയ്ഡ് നടത്തിയത്. ഷോപ്പിയാനിലെ ഇമാം സാഹിബ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദാറുൽ ഉലൂം സിറാജുൽ ഉലൂം എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിരോധിത ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ മേധാവിയായ ഷഹസാദ ഔറംഗസീബിന്റെ ഷോപ്പിയാൻ മോലു ചിത്രഗ്രാമിലെ വസതിയിലും ശ്രീനഗറിലെ ലാൽ ബസാർ മേഖലയിലുള്ള പ്രമുഖ പെൺകുട്ടികളുടെ മതപഠനശാലയിൽ NIA ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഈ റെയ്ഡുകളിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും സുപ്രധാന രേഖകളും പിടിച്ചെടുത്തതായാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ NIA വൃത്തങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.